ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പലിന് നങ്കൂരമിടാൻ സാധിക്കുന്ന ഇന്ത്യയിലെ ഏക തുറമുഖം. സംസ്ഥാന വികസനത്തിന്റെ നാഴികക്കല്ലാണ് വിഴിഞ്ഞം തുറമുഖം. കേരളത്തിന്റെ മുഖം തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുണ്ട് ഈ തുറമുഖത്തിന്. കടൽ മാർഗമുള്ള ചരക്ക് നീക്കത്തിൽ ഇന്ത്യയുടെ തുറുപ്പുചീട്ടാകാനുള്ള ഒരുക്കത്തിലാണ് വിഴിഞ്ഞം തുറമുഖം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും അദാനി ഗ്രൂപ്പും ചേർന്നുള്ള പൊതു സ്വകാര്യ പങ്കാളിത്ത പദ്ധതിയാണ് വിഴിഞ്ഞം തുറമുഖം. തുറമുഖ നിർമ്മാണത്തിന്റെ 90% പൂർത്തിയായിട്ടുണ്ട്. എന്നാൽ കേരളം ഇപ്പോൾ കേന്ദ്രത്തിനോട് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട പുതിയ നിർദ്ദേശത്തിന് ഒരുങ്ങുകയാണ്. പരിശോധിക്കാൻ വിശദമായി. നമസ്കാരം, ഞാൻ ആരതി. അങ്കമാലി എരുമേലി ശബരി റെയിൽപാത വിഴിഞ്ഞം തുറമുഖത്തേക്ക് നീട്ടാനുള്ള 4800 കോടിയുടെ പദ്ധതി കേന്ദ്ര ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കണമെന്ന് കേരളം. കേന്ദ്ര സർക്കാരിന്റെ റെയിൽ സാഗർ പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നാണ് ആവശ്യം. വിഴിഞ്ഞം തുറമുഖം ഉടൻ കമ്മീഷൻ ചെയ്യുമ്പോൾ കണ്ടെയ്നർ നീക്കം റോഡുകൾക്ക് താങ്ങാൻ ആവില്ലെന്നും അതിനാൽ വടക്കോട്ട് റെയിൽപാത അനിവാര്യമാണെന്നും ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു റെയിൽവേ ബോർഡ് ചെയർമാന് എഴുതിയ കത്തിൽ അറിയിച്ചു. ശബരിപാത എരുമേലിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് നീട്ടാനുള്ള സർവേ 2013 നടത്തിയപ്പോൾ വരുമാനം കുറവായിരിക്കുമെന്നാണ് കണ്ടെത്തിയത്. ഇപ്പോൾ സ്ഥിതി മാറി. ഗതാഗത കുരുക്ക് മൂലം MC റോഡിലെ യാത്രാ സമയം വർദ്ധിച്ചു. വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് MC റോഡ് വഴിയുള്ള ചരക്ക് നീക്കം കൂടിയാവുമ്പോൾ സ്ഥിതി ഗുരുതരമാവും. MC റോഡിന് സമാന്തരമായി അങ്കമാലി തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് പാതയ്ക്ക് ദേശീയപാത അതോറിറ്റി പദ്ധതി തയ്യാറാക്കുന്നുണ്ട്. തുറമുഖത്തിന്റെ ആവശ്യങ്ങൾ ഈ പാതയ്ക്ക് നിറവേറ്റാനാകില്ല. ശബരി റെയിൽപാത ബാലരാമപുരം വരെ മതി. ബാലരാമപുരത്ത് നിന്ന് വിഴിഞ്ഞം തുറമുഖത്തേക്ക് ബ്രോഡ് ഗേജ് പാത നിർമ്മിക്കുന്നുണ്ട്. 1.5 ലക്ഷം ജനസംഖ്യയുള്ള പട്ടണങ്ങളിൽ റെയിൽവേ കണക്ടിവിറ്റി എന്ന റെയിൽവേ നയത്തിന് അനുയോജ്യമാണ് പദ്ധതിയെന്നും ചീഫ് സെക്രട്ടറി ചൂണ്ടിക്കാട്ടി. എരുമേലി ബാലരാമപുരം റെയിൽപാത 160 കിലോമീറ്ററാണ്. എന്നാൽ റോഡ് മാർഗം 153 കിലോമീറ്ററുണ്ട്. തലസ്ഥാനത്തെ ബന്ധിപ്പിച്ച് 3ാം റെയിൽവേ ഇടനാഴി ശബരി റെയിൽപാത വരുന്നതോടുകൂടി സാധ്യമാകുന്നത്. വിഴിഞ്ഞത്ത് നിന്ന് വടക്കോട്ടുള്ള ചരക്ക് നീക്കം എളുപ്പമാവും. നിലവിലെ ലൈൻ ചരക്ക് നീക്കത്തിന് മതിയാവില്ല. നെടുമങ്ങാട്ട് റെയിൽവേ കണക്ടിവിറ്റി ഉണ്ടാകും. തുറമുഖങ്ങളിലേക്ക് റെയിൽപാത നിർമ്മിക്കാനുള്ള പദ്ധതി കഴിഞ്ഞ കേന്ദ്ര ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചതാണ്. 2100 കിലോമീറ്റർ റെയിൽ ട്രാക്ക് നിർമ്മിക്കും. തുറമുഖ സമ്പർക്കം ഇടനാഴി വഴിയാണ്. ഇന്ത്യയിലെ ആദ്യ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായി പ്രവർത്തിക്കാൻ കേന്ദ്ര തുറമുഖ മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചതോടെ ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്കും തിരിച്ചുമുള്ള ചരക്ക് നീക്കത്തിന്റെ മുഖ്യ ഹബ്ബായി മാറുകയാണ് വിഴിഞ്ഞം. വിദേശ ഷിപ്പിംഗ് കമ്പനികൾക്ക് പോലും വിഴിഞ്ഞം കേന്ദ്രമായി പ്രവർത്തിക്കാൻ കഴിയുമെന്നതാണ് പ്രത്യേകത. നിലവിൽ ഇന്ത്യയുടെ ട്രാൻസ്ഷിപ്പ് ചരക്കിന്റെ 75% കൈകാര്യം ചെയ്യുന്നത് ഇന്ത്യക്ക് പുറത്തുള്ള തുറമുഖങ്ങളിലാണ്. കൊളംബോ, സിംഗപ്പൂർ, മലേഷ്യയിലെ ക്ലാങ് എന്നിവ ഈ ചരക്കിന്റെ 85% അധികം കൈകാര്യം ചെയ്യുന്നു. അതിൽ പകുതിയിലേറെയും കൊളംബോ തുറമുഖത്താണ് കൈകാര്യം ചെയ്യുന്നത്. വിഴിഞ്ഞം പൂർണ്ണസജ്ജമാകുന്നതോടെ കപ്പൽ വഴിയുള്ള ചരക്ക് നീക്കത്തിന്റെ ചുക്കാൻ ഇവിടെയാകും. വിഴിഞ്ഞത്തെ ചരക്ക് നീക്കം കേരള സർക്കാരിനും നേട്ടമാകും. നികുതി ഇനത്തിൽ വൻ വരുമാനമാണ് കൂടെ പോരുക. മുദ്രയ്ക്ക് സമാനമോ അതിലേറെയോ പരിഗണന വിഴിഞ്ഞത്തിന് അദാനി ഗ്രൂപ്പ് നൽകിയേക്കും. ലോകത്തെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികളിലൊന്നായ MSC അടക്കം വിഴിഞ്ഞത്ത് എത്തിക്കാനുള്ള ശ്രമം അദാനി ഗ്രൂപ്പ് ആരംഭിച്ചിട്ടുണ്ട്. എവർഗ്രീൻ, OCL തുടങ്ങിയ ഷിപ്പിംഗ് വമ്പന്മാരുടെയും പ്രവർത്തന സാന്നിധ്യം വിഴിഞ്ഞത്ത് പ്രതീക്ഷിക്കാം. മാത്രമല്ല, ഇന്ത്യയുടെ കടൽ വഴിയുള്ള രാജ്യാന്തര ചരക്ക് നീക്കത്തിന്റെ കവാടമായും വിഴിഞ്ഞം മാറും. നിലവിൽ ലോകത്തെ മദർ വെസലുകളിൽ ഭൂരിഭാഗവും 10,000 TEU കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുന്നവയാണ്. വിഴിഞ്ഞത്താകട്ടെ 24,000 TEU വരെ ശേഷിയുള്ള വെസലുകൾ സ്വീകരിക്കാമെന്ന പ്രത്യേകതയുമുണ്ട്.